ഹായ് കുഞ്ഞുമക്കളെ, ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ഓക്കെ, നമ്മൾ ഈ ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ചാനലിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈസി ആയിട്ട് എങ്ങനെ ഇംഗ്ലീഷിനെ അടുത്തറിയാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വലിയൊരു ടഫ് സബ്ജക്റ്റ് ആയിട്ടൊക്കെ വിചാരിക്കുന്നു. ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴേ പേടിയാവുന്നു. ഗ്രാമർ യൂസ് ചെയ്യാൻ അറിയില്ല, എപ്പോഴും യൂസ് ചെയ്താൽ തെറ്റിപ്പോവും, എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക, ഇതൊക്കെ എന്താ പറയുക, എക്സാമിന് വന്ന് എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ തന്നെ നമ്മൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഒന്നും വെറുക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഗ്രാമർ ക്ലാസ്സസ് നമുക്ക് പഠിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഗ്രാമർ ക്ലാസ്സസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ചാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ. ചെറിയ ക്ലാസ്സിൽ നിന്ന് പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ പഠിക്കുന്നവരാണ് എല്ലാവരും അല്ലേ. അപ്പം നമ്മൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? എപ്പോഴും നമ്മൾ പറയും പാർട്സ് ഓഫ് സ്പീച്ച്. എന്താ പാർട്സ് ഓഫ് സ്പീച്ച്? നമ്മൾ വാക്കുകൾ പലതരം ക്ലാസ്സസ് ആയിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പല ക്ലാസ്സസ് ആയിട്ട്, അതായത് പല ടൈപ്സ് ആയിട്ട്, പല തരത്തിൽ നമ്മൾ വാക്കുകൾ തിരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണോ വാക്കുകൾ ഉപയോഗിക്കുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണോ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ പ്രവൃത്തികളായിട്ട് ഉപയോഗിക്കുന്നു, പേരുകളായിട്ട് ഉപയോഗിക്കുന്നു, സ്ഥലത്തിൻ്റെ പേരായിട്ട് ഉപയോഗിക്കുന്നു, വസ്തുവിൻ്റെ പേരായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പല പല ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത് കേട്ടോ. നമുക്ക് എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ആളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യത്തെ ആളാരാണ്? നൗൺ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നൗൺ. ഇപ്പം തന്നെ എല്ലാവരും അവിടെ ആൻസർ പറയുന്നുണ്ടാവേ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ചെറുപ്പം മുതലേ പറയുന്നതാണ്. എന്താണ്? നൗൺസ് ആർ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, തിങ്സ്, നെയിം ഓഫ് എവറിത്തിങ് അല്ലേ. നമ്മൾ ചിന്തിക്കുന്ന എന്തിൻ്റെയും പേര് നമുക്ക് എന്തെന്ന് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാം അല്ലേ. നിങ്ങളുടെ പേര്, എൻ്റെ പേര്, സ്ഥലത്തിൻ്റെ പേര്, വസ്തുവിൻ്റെ പേര്, നമ്മൾ ചിന്തിക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെ പേരിനെയും നമുക്ക് എന്ത് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാം. നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ ബുദ്ധി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അറിവ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ. മറ്റുള്ളവരെ സ്നേഹം, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ അവരെ സ്നേഹിക്കുന്നു, നമ്മൾ നമ്മുടെ സിബ്ലിങ്സിനെ സ്നേഹിക്കുന്നു, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചേട്ടനെ, ചേച്ചീനെ, അനിയത്തിനെ, നമ്മുടെ കുഞ്ഞുവാവകളെ, നമ്മുടെ കസിൻസിനെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ ചിന്തേനെ, അതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാം. അപ്പം എന്തൊക്കെയാണ് നൗൺ? എന്താണ്? നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് ആനിമൽസിൻ്റെ പേര്, അതേപോലെ നമ്മൾ ചിന്തിക്കുന്ന എന്തിൻ്റെയും പേര്, നമ്മുടെ ഫീലിങ്സിൻ്റെ പേര്, നമ്മുടെ ഐഡിയാസിൻ്റെ പേരൊക്കെ എന്താണ്? നൗണാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. പറഞ്ഞു അല്ലേ, നെയിം ഓഫ് എ പേഴ്സൺ പറഞ്ഞു. അപ്പോൾ ഒരു രാജു ഒരു പേഴ്സൻ്റെ, ഒരു ബോയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ നെയിമാണ് അല്ലേ. ഇനി ഒരു പ്ലേസിൻ്റെ പേര് പറഞ്ഞേ, കാലിക്കറ്റ്. ഇനി ഒരു ആനിമലിൻ്റെ പേര് ക്യാറ്റ്. ഇനി ഒരു തിങ്ങിൻ്റെ പേര് പറഞ്ഞേ, പെൻ അല്ലേ. എല്ലാത്തിനും പേരുണ്ട്. ഇപ്പൊ രാജു എന്ന ആളുടെ പേര് അറിയാതെ നമുക്ക് ആ വ്യക്തിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇത് ഇന്ന ആളാണ് രാജു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ പേരാണ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ പെൻ, ഇപ്പൊ ഈ കാണുന്ന പെൻ, ഈ പെന്നിന് ഇത് എന്താ, ഇതിനൊരു പേരില്ലെങ്കിൽ നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ആ ഒരു സ്ഥലത്തിന്റെ പേര് കൊണ്ടാണ് നമ്മൾ ആ സ്ഥലത്തിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേപോലെ ഒരു അനിമലിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിലും അതിനൊരു പേര് വേണം. അപ്പോൾ എല്ലാത്തിൻ്റെയും പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. എന്താണ് നമ്മൾ പഠിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൾ എന്ത് ചെയ്യുന്നു? പലതരം ഗ്രൂപ്പുകളും പലതരം ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആയിട്ട് നമ്മൾ
തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഓരോ വാക്കുകളും എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ തിരിക്കുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് താഴെയാണ് പരിചയപ്പെട്ടത്. എന്താണത്? നൗണാണത്. ഒരാളുടെ പേര്, അതേപോലെ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്, ഒരു ആനിമലിൻ്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ പേര്, നമ്മുടെ ചിന്തകൾ, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഫീലിങ്സ്, നെയിം ഓഫ് എവറിത്തിങ് ദാറ്റ് വി ക്യാൻ തിങ്ക് ഓഫ്. നമ്മൾ ചിന്തിക്കുന്ന എന്തിൻ്റെയും പേര് നമുക്ക് എന്ത് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാം. അപ്പം എല്ലാവർക്കും നൗൺ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ആളെ പരിചയം. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഫസ്റ്റ് ആളെ പരിചയപ്പെട്ടു അല്ലേ? നൗണിനെ പരിചയപ്പെട്ടു. നൗണിനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടാൻ പോവാണ്. അടുത്ത ആൾ നൗണുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾ തന്നെയാണ്. ആളുടെ പേരാണ് adjective. എന്താ അഡ്ജക്റ്റീവ് എന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്താ അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ്സ് ആർ വേർഡ്സ് വിച്ച് യൂസ്ഡ് ആസ് ടു മോഡിഫൈ ഓർ ക്വാളിഫൈ എ നൗൺ. നൗണിന് ഒരു വിശേഷണം കൊടുക്കുന്ന ആളാണ് നമ്മുടെ ഈ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് യൂസ് ടു ഡിസ്ക്രൈബ് എ നൗൺ. ഒരു നൗൺ എങ്ങനെയാണ് ഒരു നൗൺ എന്ന് നൗണിൻ്റെ പ്രത്യേകത പറയുന്ന ആളാണ് അഡ്ജക്റ്റീവ്. നൗണിനൊരു പുതിയ അർത്ഥം കൊടുക്കുകയാണ്, ഒരു പുതിയ വിശേഷണം കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ വേറൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. നിങ്ങൾ ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? ക്ലെവർ എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? അല്ലേ? ക്ലെവർ എന്നുള്ള വേർഡ് എന്താ? നല്ല ക്ലെവറാണ്, നല്ല എന്താ ബുദ്ധിയുള്ള, നല്ല മിടുക്കനാണ്, നല്ല ബ്രേവാണ്, ക്ലെവർ ആണെന്നൊക്കെ പറയും അല്ലേ? ക്ലെവർ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗേൾ എന്ന വേർഡ് ഒരു നൗണാണ് അല്ലേ? പെൺകുട്ടി. എങ്ങനെയുള്ള പെൺകുട്ടിയാണിത്? നല്ല ക്ലെവറായിട്ടുള്ള, നല്ല ബുദ്ധിമുട്ടിയായി, നല്ല എന്താ പറയുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന, നല്ല ബുദ്ധിയുള്ള, നല്ല ക്ലെവറായിട്ടുള്ള, നല്ല എല്ലാ കാര്യങ്ങളും അതിൻ്റെ പക്കത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലെവറായിട്ടുള്ള ഒരു പെൺകുട്ടീനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഈ നൗണിനൊരു മീനിങ് കൊടുക്കുകയാണ്. ഇയാളെ പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഈ ഗേളിന് എന്താ പ്രത്യേകത? ഈ ഗേളിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താ? ഈ ഗേള് ക്ലെവർ ഗേളാണ്. അങ്ങനെയാകുമ്പോൾ വേറൊരു എക്സാമ്പിൾ. APP അല്ലേ? എന്താണ്? ആപ്പിൾ ആണ് അല്ലേ? ആപ്പിളിന് ഒരു പ്രത്യേകത പറയുവാണേ. ആപ്പിൾ ഈസ് വെരി സ്വീറ്റ്. സ്വീറ്റ് ആപ്പിൾ. ആപ്പിൾ യു നോ എ ഫ്രൂട്ട്സ് നെയിം റൈറ്റ്? അല്ലേ? ഒരു ഫ്രൂട്ടിന്റെ പേരാണ് ആപ്പിൾ. അപ്പോൾ ഡൗട്ട് ഇല്ലല്ലോ, ആപ്പിൾ ഒരു നൗണാണ്. കാരണം എന്താ? ഒരു ഫ്രൂട്ടിന്റെ പേരാ ആപ്പിൾ. എന്തിൻ്റെയും പേരിന് നമ്മൾ എന്താ പറയാ? നൗൺ എന്നാ പറയാ. ഈ നൗണിന്, അതായത് നമ്മുടെ ഈ ആപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? എന്ത് അർത്ഥമാണ്? എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? സ്വീറ്റ് ആണ് ആപ്പിൾ. സോ വി ക്യാൻ കോൾ ദിസ് സ്വീറ്റ് ആസ് adjective. എന്താണ്? എന്ത് പ്രത്യേകതയുള്ള? സ്വീറ്റ് ആണ്. ആപ്പിൾ ഈസ് സ്വീറ്റ്. അപ്പൊ എന്താണ്? സ്വീറ്റ് ആപ്പിൾ ആണ്. ഈ ആപ്പിളിന് ഒരു അർത്ഥം കൂടി കൊടുത്തേക്കാണ്, ഒരു മോഡിഫിക്കേഷൻ കൂടി കൊടുത്തേക്കാണ്, ഒരു ക്വാളിഫിക്കേഷൻ, ഒരു ക്വാളിഫൈ ചെയ്യാണ് ആപ്പിളിന്. ആപ്പിളിന്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മളോട് എടുത്തു പറയാണ്. അങ്ങനെയാകുമ്പോൾ ഇതാണ് അഡ്ജക്റ്റീവ്. So adjectives are words which used to modify or qualify a noun. നൗണിന് ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു, നൗണിന് ഒരു മോഡിഫിക്കേഷൻ കൊടുക്കുന്നു. മോറോവർ നൗൺ എന്ത് കൊടുക്കുന്നു? ഒരു അർത്ഥം കൊടുക്കുന്നു. നൗണിൻ്റെ പ്രത്യേകതകൾ പറയുന്നു. നൗണിന് എന്ത് പ്രത്യേകതയാണുള്ളത്? അതപ്പോൾ ഒരു
ആനിമൽ ആയിക്കോട്ടെ, ഒരു വ്യക്തിയുടെ പേരായിക്കോട്ടെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, ചിലപ്പോൾ അത് ഒരു വ്യക്തിയുടെ എന്താ പറയുക ശരീരഘടനയുടെ പ്രത്യേകതകളായിരിക്കാം. അതായത് രാജു ഇസ് എ ടോൾ ബോയ് എന്ന് പറയും. രാജുവിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ രാജു ടോളാണ്, നല്ല പൊക്കമുള്ള ആളാണ്. അതേപോലെ നില ഇസ് എൻ ഇൻ്റലിജൻറ്റ് ഗേൾ എന്ന് പറയും. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള, നല്ല IQ ലെവൽ കൂടുതലുള്ള നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് നില. അപ്പോൾ നിലയുടെ പ്രത്യേകതയാണ്, നില എന്ന നൗണിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ നില ഗേളിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ്റലിജൻ്റ് ആണ്, നല്ല ബുദ്ധിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകൾ, നൗണിൻ്റെ പ്രത്യേകതകൾ പറയാനാണ് നമ്മൾ എപ്പോഴും അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. സ്വീറ്റ് ആപ്പിൾ, ക്ലെവർ ബോയ്, ഇൻ്റലിജൻറ്റ് ഗേൾ, അതേപോലെ ടോൾ, സ്മോൾ പെൻ, അങ്ങനെ സ്മോൾ ബുക്ക്, അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താണ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ആ വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോരോ നമുക്ക് അഡ്ജക്റ്റീവ്സിൻ്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ലുക്ക് ഹിയർ, സീത ഈസ് എ ക്ലെവർ ഗേൾ. അല്ലേ, സീത ഒരു ക്ലെവർ ഗേളാണ്. ക്ലെവറിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് എ ഗേൾ, എന്ത് പ്രത്യേകതയാണ് ആ ഗേളിന്? ക്ലെവർ ആണ്. അതേപോലെ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ബോയ്. ഇവിടെ കണ്ടോ, ബോയ് നൗൺ, നൗണിൻ്റെ ഒരു പ്രത്യേകതയാണ് ദാറ്റ് ബോയ്. ദാറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ആ ബോയിന്, നമുക്കിപ്പോൾ പേരറിയാത്ത ആ നിൽക്കുന്ന ഒരാളെ പറ്റി ഒരു കമൻറ്റ് പറയണം അല്ലേ. നമ്മളെല്ലാം കമൻറ്റുകൾ പറയുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ആ നിൽക്കുന്ന ആളെ പറ്റി ഒരു കമൻറ്റുകൾ പറയണമെങ്കിൽ എന്താ പറയുക? എനിക്ക് ആ ബോയിന് ഇഷ്ടമല്ല, എനിക്ക് ആ ആ കൊച്ചിന് ഇഷ്ടമല്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ബോയ്. അപ്പോൾ ആ ബോയിന് നമുക്ക് അറിയില്ല, പേരും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ദാറ്റ് ബോയിനെ പറയാൻ നിവർത്തിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അഡ്ജക്റ്റീവ് ഐഡിയ, നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമുക്ക് പറയണ്ട, പക്ഷെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ദാറ്റ് എന്നുള്ള ആളുടെ ഇവിടുത്തെ ഫങ്ഷൻ എന്താണ്? ഇവിടുത്തെ ഫങ്ഷൻ അഡ്ജക്റ്റീവ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തത്, he gave me 5 mangoes. എനിക്ക് അവൻ 5 mangoes തന്നു. He gave me 5 mangoes. He gave me 5 mangoes. He gave me 5 mangoes. How many mangoes he gave me? എനിക്ക് പിന്നെ എന്താ പറയുക, അവൻ എത്ര മാംഗോസാണ് തന്നത്? എത്ര മാംഗോസ് തന്നു എനിക്ക്? 5 mangoes തന്നു. യു നോ, മാംഗോ ഇസ് ദ നെയിം ഓഫ് എ ഫ്രൂട്ട്. ഇറ്റ്സ് എ നൗൺ അല്ലേ, നൗണാണ് അല്ലേ. എങ്ങനെയാണ് നൗണ്? അതൊരു ഫ്രൂട്ടിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ ഈ മാംഗോസിനൊരു പ്രത്യേകതയുണ്ട്. എത്ര മാംഗോസാണ് തന്നത്? അപ്പോൾ അത് adjective of number ആണ്. അപ്പോൾ നമുക്ക് ഇയാളാണ് അടുത്ത adjective. How many mangoes he gave me? He gave me 5 mangoes. Okay. Then there is little time for preparation. എനിക്ക് എക്സാമിന് അധികം സമയമൊന്നും കിട്ടിയില്ല പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് there is little time for preparation. There is little time for preparation. Little time for preparation. How much time I got for preparation? എത്ര സമയമാണ് എനിക്ക് പ്രിപ്പറേഷന് കിട്ടിയത്, അല്ലെങ്കിൽ എത്ര സമയം ഉണ്ടായിരുന്നു പ്രിപ്പറേഷന്? ലിറ്റിൽ ടൈം, കുറച്ച് സമയം ഉണ്ടായിരുന്നു. ടൈം എന്നുള്ളത് ഒരു നൗൺ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദ adjective. How much time? എത്ര സമയം, കുറച്ച് സമയം. There is little time for preparation.
അപ്പോൾ adjective എന്ന് പറഞ്ഞാൽ adjectives are words which used to modify or qualify a noun. ഒരു നൗണിൻ്റെ പ്രത്യേകതകൾ പറയാൻ, നൗണിന് ഒന്നും കൂടി വിശേഷണം കൊടുക്കാനാണ് നമ്മൾ അഡ്ജക്റ്റീവ്സിന് യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ, അറിവിൻ്റെ കാര്യത്തിൽ, ബുദ്ധിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള ഓരോ പ്രത്യേകതകൾ പറയാനാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പോൾ കണ്ടു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അഡ്ജക്റ്റീവ് പഠിക്കാനുണ്ട്, അതേപോലെ നമുക്ക് നൗണും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ 8 പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ നൗണിനെ കുറിച്ചും അഡ്ജക്റ്റീവിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി വെക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ പറയണം, ചോദിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണം, കമൻസിൽ കൂടി ചോദിക്കണം, ഡൗട്ട്സുകളൊക്കെ ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഈ നൗണും അഡ്ജക്റ്റീവും നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ ചെറിയൊരു നോട്ട്ബുക്കിൽ, നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് നോട്ട്ബുക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നോക്കി നിങ്ങളത് എഴുതി പഠിക്കുക. കുറേ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ സ്വന്തം ഫ്രെയിം ചെയ്യുക. സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഏതാണ് നൗൺ ഏതാണ് അഡ്ജക്റ്റീവ് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഇതാക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.